നമസ്കാരം. മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന് മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി 28,501 രൂപ അനുവദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇഷ്ടക്കാരാണ് എങ്കിൽ കേരളത്തിൽ എന്തും നിസാരമെന്ന ഇത്തരത്തിൽ ഓരോ ദിവസവും വരുന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുകയാണ്. അത്തരത്തിൽ ഒന്നാണ് ഇപ്പോൾ മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന് മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി 28,501 രൂപ പൊതുഖജനാവിൽ നിന്ന് അനുവദിച്ചു എന്ന റിപ്പോർട്ട്. മന്ത്രിയായിരുന്നപ്പോൾ ഔദ്യോഗിക ആവശ്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ വാങ്ങിയ തുക നൽകണമെന്ന കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫെബ്രുവരി 29-ന് തുക അനുവദിച്ചിരിക്കുന്നത്. മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമ്പോഴും രാജിവെക്കുമ്പോഴും മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കണം എന്നതാണ് ചട്ടം. മന്ത്രിമാർക്ക് മൊബൈൽ ഫോൺ ഖജനാവിൽ നിന്ന് പണം കൊടുത്തു വാങ്ങാൻ സർക്കാർ സമ്മതിക്കുന്നത് സാധാരണയാണ്. ഏകദേശം 30,000 രൂപയാണ് അങ്ങനെ അനുവദിക്കാറുള്ളത്. എന്നാൽ മുൻ മന്ത്രിക്ക് എന്തിനാണ് പണം അനുവദിച്ചത് എന്ന ചോദ്യം ഇതിന് പിന്നാലെ ഉയരുകയാണ്. ഡിസംബർ 24-ന് അഹമ്മദ് ദേവർകോവിൽ മന്ത്രിസ്ഥാനം രാജിവെച്ച വ്യക്തിയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഫെബ്രുവരി 29-ന് മൊബൈൽ ഫോൺ വാങ്ങാൻ തുക അനുവദിച്ചതെന്നതാണ് വിരോധാഭാസം. 4.38 കോടി രൂപയുടെ ആസ്തിയുള്ള കോടീശ്വരനായ അഹമ്മദ് ദേവർകോവിലിന് മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി സർക്കാരിന്റെ പൊതുഖജനാവിലെ പണം തന്നെ വേണം എന്നതാണ് ഇവിടെ ഉയരുന്ന ആക്ഷേപം. അതും ഉദ്യോഗസ്ഥർക്ക് ശമ്പളം പോലും കൊടുക്കാൻ സാധിക്കാതെ സർക്കാർ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിലാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നതെന്നും എന്തിനാണ് പിണറായി ഭരണം ഇതിനെല്ലാം അനുവദിക്കുന്നതെന്ന ചോദ്യവും ഉയരുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം വളരെ കുറഞ്ഞ തുക തിരിച്ചടച്ചുകൊണ്ട് മന്ത്രിമാർക്ക് ഫോൺ സ്വന്തമാക്കാം എന്ന രീതി ഇപ്പോൾ കണ്ടുവരികയാണ്. ഇതിനു മുമ്പ് മുൻ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു MLAക്ക് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം മന്ത്രിസ്ഥാനത്ത് ഇരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക മൊബൈൽ ഫോൺ സർക്കാർ ഖജനാവിൽ നിന്ന് നൽകിയത് വലിയ ചർച്ചയായിരുന്നു. അതും 30,000 രൂപയുടെ മൊബൈൽ ഫോൺ വെറും 3,600 രൂപയ്ക്കായിരുന്നു സർക്കാർ ആ ഫോൺ ആന്റണി രാജു MLAക്ക് നൽകിയത്. മന്ത്രിസ്ഥാനത്ത് ഇരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക മൊബൈൽ ഫോൺ സ്ഥാനം ഒഴിഞ്ഞിട്ടും സ്വന്തമായി വേണമെന്ന ആന്റണി രാജു ആവശ്യമുന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി യാതൊരു ചോദ്യവും സംശയവും കൂടാതെ അത് അംഗീകരിച്ചു നൽകുകയായിരുന്നു. ഇതിന് പിന്നാലെ മന്ത്രിക്ക് ചുളുവ് വിലയിൽ ഫോൺ ലഭിച്ചത് കണ്ട മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തുകയുണ്ടായി. അദ്ദേഹത്തിന് ഫോൺ തുച്ഛമായ തുകയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകാനും തീരുമാനിച്ചു. പൊതുഖജനാവിൽ നിന്നും 20,000 രൂപ കൊടുത്തു വാങ്ങിയ മൊബൈൽ ഫോൺ വെറും 2,880 രൂപ ട്രഷറിയിൽ അടച്ചുകൊണ്ട് പ്രൈവറ്റ് സെക്രട്ടറിയും ആ ഫോൺ സ്വന്തമാക്കി. ആന്റണി രാജുവിന്റെയും പ്രൈവറ്റ് സെക്രട്ടറിയുടെയും വിചിത്ര അപേക്ഷയിൽ മുഖ്യമന്ത്രി അനുകൂല തീരുമാനമെടുത്തതിന്റെ ആശ്ചര്യം മാറും മുമ്പാണ് ഇപ്പോൾ മുൻമന്ത്രിയായിട്ടുള്ള അഹമ്മദ് ദേവർകോവിലിനും മൊബൈൽ ഫോൺ അനുവദിച്ചിരിക്കുന്നത്. അതും 28,501 രൂപയുടെ മൊബൈൽ ഫോണാണ് സർക്കാർ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് നൽകിയിരിക്കുന്നത്.